ഗൈസ് അങ്ങനെ വെൽക്കം ടു സിംഗപ്പൂർ ഞാനിപ്പോൾ എല്ലാം ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ ഫ്രീ ആയി. എൻ്റെ ഹാൻഡ് ബാഗ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതിനകത്ത് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ബാക്കി എൻ്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഹാൻഡ് ലഗേജ് ഞാൻ അവിടെ കൊടുത്തു. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് ആദ്യം എനിക്ക് മറീന ബേ പോകണം. അതാണല്ലോ സിംഗപ്പൂരിൻ്റെ സിഗ്നേച്ചർ ലാൻഡ്മാർക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആദ്യം പോകാം. ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ ടാക്സി എടുക്കുന്നത്, നമുക്ക് ലോക്കൽ ലൈഫ് എൻജോയ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്കൈ ട്രെയിൻ എടുത്ത് പോകാം. അപ്പോൾ സ്കൈ ട്രെയിനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ സ്കൈ ട്രെയിൻ എടുക്കുവാണെങ്കിൽ സ്കൈ ട്രെയിനിൽ ചെല്ലട്ടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഓൾറെഡി ഇനി എനിക്കറിയത്തില്ല വേറെ അവിടെ ചെല്ലുന്നുണ്ട് വൈഫൈ ഉണ്ടോ എന്ന്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ വൈഫൈ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ ഒരുമാതിരി മോൾസിലെല്ലാം വൈഫൈ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ഞാൻ സ്കൈ ട്രെയിൻ തപ്പട്ടെ. ഞാനങ്ങനെ ഇവിടുന്ന് ഒരു ഡേ പാസ് വാങ്ങി ഗൈസ്. യെസ്, ഇതൊരു ഇവിടുത്തെ ടൂറിസ്റ്റ് ഡേ പാസ്സാണ്. മെട്രോ സ്കൈ ട്രെയിൻ. അപ്പോൾ അത് പറഞ്ഞാൽ വാങ്ങി. അതിന് $17. അപ്പോൾ ഇന്നത്തെ പരിപാടി മൊത്തം അതിനകത്ത് നടക്കുമല്ലോ. അത് ടാക്സി ഒന്നും വിളിക്കണ്ട. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ ഗൈസ്. $17 അത്ര ചീപ്പൊന്നുമല്ല. വാൻകൂവറിലെ എനിക്ക് തോന്നുന്നു വാൻകൂവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ എല്ലായിടത്തും ഇത് ആക്സസബിളാണ്. ലൈക്ക് പിന്നെ നമ്മൾ ബസ് കയറുമോ അല്ലെ ടാക്സി വിളിക്കുകയോ ഒന്നും വേണ്ട. ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് ഇവിടെ സിംഗപ്പൂർ മൊത്തം കറങ്ങി കാണാം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ. പക്ഷേ എനിക്കൊരു ദിവസം കൊണ്ട് അത്രയൊന്നും പോകാനൊക്കെ ഒന്നുമില്ല. എനിക്കായാലും മറീന ബേയിൽ പോകണം, പിന്നെ ലിറ്റിൽ ഇന്ത്യയിലും പറ്റുവാന്ന് പോകണം. ഈ 2 സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ട്രെയിനിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും ബാഗൊക്കെ ഒന്ന് കൊണ്ട് സ്റ്റോറേജ് വെച്ച് സെറ്റ് ആയപ്പോഴത്തേക്കിനും നമ്മൾ ഇച്ചിരി ഫ്രീ ആയി. ഇനി ഈ ഹാൻഡ് ബാഗേജ് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഈ ബാഗേജ് വന്നുകൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഏതായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ സിംഗപ്പൂർ സിറ്റിയിലോട്ട് പോയില്ലെങ്കിൽ അത് വലിയ നഷ്ടമാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ട്രെയിൻ വന്നു അതിനകത്തോട്ട് കറക്റ്റ്. ഞാനേതായാലും സ്കൈ ട്രെയിനകത്ത് കയറി. ഇവിടെ എന്തൊക്കെ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു കാര്യം പൂച്ചയെ പിടിക്കാൻ എലിക്ക് വഴി കാണിച്ച് കൊടുക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ തന്ത്രപരമായിട്ട് ആരുടെയും ചോദിക്കുക, അതായിരിക്കും എളുപ്പം. ഏതായാലും കയറി. ഡേ പാസ് ഉണ്ട് നമുക്ക്. 7 മണിക്ക് മുമ്പായിട്ട് വന്നാൽ മതി. 7 മണിക്ക് മുമ്പായിട്ട് പറഞ്ഞു. 8 മണിക്കാണ് ഫ്ലൈറ്റ് വൈകിട്ട്. കേസ് അങ്ങനെ നമ്മൾ നിൽക്കുന്ന പ്രശസ്തമായ മറീന ബേയിലാണ് കേസ്. സിംഗപ്പൂരിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് കുറേ ബാങ്ക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്കിത് മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. എനിക്ക് ലിറ്റിൽ ഇന്ത്യയിലും പോകണം. അപ്പോൾ ഇവിടെ വന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ സിംഗപ്പൂരിൽ വന്നതിനകത്ത് അർത്ഥമില്ലാതാകത്തില്ലേ. എനിവേസ് കിടുവാണ്. ഇതിനകത്തിപ്പോൾ വലിയ വേറെ എക്സ്പീരിയൻസിങ്ങിനൊന്നും പോകാനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് വന്ന് ഇറങ്ങി എനിക്ക് പറ്റുവാണെങ്കിൽ ലിറ്റിൽ ഇന്ത്യയിലും ചൈന ടൗണിലും ഒന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ സെറ്റ്. നല്ലൊരു വാക്കാണ്, നല്ല കിടിലൊരു വാക്ക് വേ. അതുപോലെ എനിക്കൊന്ന് രാവിലെ വാക്ക് ചെയ്യാൻ വരുന്നവരും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. അതാണെന്ന് തോന്നുന്നു കൂടുതലും. രാവിലെ ഒരു വാക്കിന് വരുന്നവർ കണ്ടില്ലേ, വാക്കൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്നവർ. എന്നാൽ പക്ഷേ നല്ല ക്ലീൻ സിറ്റിയാണ്. ഇതെല്ലാവരും ക്ലീൻ സിറ്റി എന്നാണല്ലോ അറിയപ്പെടുന്നത്. ഇവിടുന്ന് നേരെ ലിറ്റിൽ ഇന്ത്യയിലോട്ട് പോവാണ്. ഇവിടെ ഇനി ഞാൻ അതിൽ തിരിഞ്ഞ് കളിക്കുന്നില്ല. ബിക്കോസ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, അതിനുള്ള ടൈമും ഇല്ല. അപ്പോൾ നേരെ ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് 2 സ്റ്റോപ്പ് കൂടെ കഴിഞ്ഞാൽ ലിറ്റിൽ ഇന്ത്യ ആയി. അപ്പോൾ ലിറ്റിൽ ഇന്ത്യയിലൂടെ പോയി പറ്റുവാണെങ്കിൽ ചൈന ടൗണിൽ ഒന്ന് ഇറങ്ങി കണ്ടിട്ടങ്ങ് പോകണം. പിന്നെ എനിക്ക് 8 മണിക്കാണ് ഫ്ലൈറ്റ്. മിനിമം ഒരു 3 hours മുമ്പേ നമുക്ക് അവിടെ ചെല്ലണ്ടേ. പിന്നെ ഇനി അവിടെ എയർപോർട്ടിൽ ചെന്നിട്ടല്ലേ ഒന്ന് ഫ്രഷ് ആകത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. ലൗഞ്ച് ആക്സസ് ഉണ്ട് എനിക്ക്. അത് ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ഇനി നേരെ ലിറ്റിൽ ഇന്ത്യയിലോട്ട് ഇനി അടുത്ത ട്രെയിൻ എടുക്കട്ടെ. ഈ ട്രെയിൻ കാർഡ് എടുക്കുന്നതായിരിക്കും, മെട്രോ കാർഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൺവീനിയൻറ്റ്. ബിക്കോസ് $17 1 ഡേ പാസ്സാണ്. അല്ലെങ്കിൽ നമ്മൾ ടാക്സി എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ തന്നെ $30 ആവും. അപ്പോൾ അത് അത്യാവശ്യം നല്ല ചിലവാണ്. പിന്നെ എനിക്ക് അത്യാവശ്യം സമയമുണ്ട്. സമയം ഇല്ലെങ്കിൽ പിന്നെ ടാക്സി എടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ജൂനിയറായിട്ട് പഠിച്ചൊരു പയ്യനുണ്ട്. അവനെ വിളിച്ച് വെച്ച് പറഞ്ഞു, ചേട്ടാ സമയം ഇല്ലെങ്കിൽ ടാക്സി എടുത്തു. ബിക്കോസ് ടാക്സി എടുത്തു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റിന് താഴെ ചെല്ലാനുള്ള ടൈം, റീച്ച് ചെയ്യാനുള്ള ടൈമേ ഉള്ളൂ ഓരോ സ്ഥലങ്ങളും. ബിക്കോസ് ചെറിയൊരു കൺട്രി അല്ലേ. അപ്പോൾ ഇനി നേരെ അടുത്ത ട്രെയിൻ എടുക്കട്ടെ. ഓക്കെ, ഈ കാണുന്ന ഒരു ആപ്പിൾ സ്റ്റോറാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, ആ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ആപ്പിൾ സ്റ്റോർ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലൂയി വിറ്റോണിൻ്റെ ഒരു ഷോറൂമുണ്ട്. അതും വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് വന്നിരിക്കുന്നത്. എനിവേസ് ഞാൻ ഇച്ചിരൂടെ ഒന്ന് നടക്കട്ടെ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു രക്ഷയില്ല. കിട്ടുന്ന സ്ഥലമാണ് ഇതെനിക്ക്. വൈകിട്ട് ആകുമ്പോഴത്തേനും എനിക്കൊന്ന് ഈ ലേക്കിൽ കൂടെ ക്രൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
യാ അപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാം, ഒന്നുകൂടെ നടന്നിട്ട് വരാം. പിന്നെ ഞാൻ വന്ന ടൈമും കൊള്ളാൻ കേസ്, കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് നല്ല ചൂടായിരിക്കും. ഓൾറെഡി ഞാൻ ചൂടുണ്ട്. യാ പിന്നെ നമ്മൾ ആ കാനഡയിൽ നിന്ന് വന്നതിൻ്റെ ആയിട്ടുള്ളൊരു ഫീലുണ്ട്. അവിടെ മുടിഞ്ഞ തണുപ്പത്തൊന്നുമല്ല ഇങ്ങോട്ട് ഇപ്പോൾ വന്നത്. കാരണം നമ്മളിപ്പോൾ ലൂയി വിറ്റോണിൻ്റെ സ്റ്റോറിൻ്റെ ഫ്രണ്ടിലായി. അങ്ങനെ കേസ് മറീന ബേയിൽ അത്യാവശ്യം കാണേണ്ട കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി ഇവിടെ ഒരു വൈറ്റൊക്കെ ആയാലും ഒരു സെറ്റ് ആകത്തുള്ളൂ, അതുപോലെ ആളുകളൊക്കെ ആകത്തുള്ളൂ. പക്ഷേ അപ്പോഴത്തേനും വെയിലും ആവും. അപ്പം നമ്മൾ വന്ന ടൈം കറക്റ്റാണ്, എല്ലാം ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോരാൻ ഉള്ള ടൈം കിട്ടി. ഇനി ഞാൻ ലിറ്റിൽ ഇന്ത്യയിലൂടെ പോയിട്ട് പറ്റുവാണെങ്കിൽ ചൈന ടൗണും കൂടെ കയറി നേരെ എയർപോർട്ടിൽ തിരിച്ചു പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി 2 സ്റ്റോപ്പ് കൂടെ, ഞാൻ സ്കൈ ട്രെയിൻ എടുക്കുന്നത്, 2 സ്റ്റോപ്പ് കൂടെ പോയാൽ ലിറ്റിൽ ഇന്ത്യ ചെല്ലാം. അപ്പോൾ ട്രെയിൻ എടുക്കട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലെത്തി. ഞാൻ വന്നത് ഏതോ മീൻ മാർക്കറ്റിലാണെന്ന് തോന്നുന്നു. പിന്നെ അതിന് എല്ലാം ഉണ്ടല്ലോ. വന്ന് ചാടി വീണത് ഫിഷ് മാർക്കറ്റിലോട്ടാണെന്ന് തോന്നുന്നു. നല്ല ഫ്രഷ് ഫിഷ്, മത്തി, അയല, ഏത് ഐറ്റം വേണേലും ഉണ്ട്. കാനഡയിൽ നിന്ന് ഇവിടെ വരെ വന്നത് മത്തി മേടിക്കാനാണ്. മത്തി കണ്ടിട്ട് പോകേണ്ടി ഒരു ചിക്കൻ, ക്രാബ്, സീ ഫുഡ് എല്ലാ ഐറ്റംസും ഉണ്ട്. സീ ഫുഡ് എന്ന് പറഞ്ഞാൽ എമിൽ ബ്രോ ചാകും. എമിൽ ബ്രോ കാണുന്നുണ്ട്. ഗോട്ട്, ഷാർക്കാണ് കേസ്. നടന്ന് നമുക്കെത്തേണ്ട സ്ഥലമെത്തി കേസ്. ഫുഡ് മാർക്കറ്റ്. ഇപ്പോൾ കാണിച്ച ചൈനീസ് ഫുഡാണ്. ഇവിടെ ആക്ച്വലി ഇത് മൊത്തം ഇന്ത്യൻ ഫുഡ്. ഡൽഹി, ലാഹോർ തന്നെ മാർക്കറ്റ്. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഇന്ത്യൻ ഫുഡിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് കേസ്. എല്ലാം സ്ട്രീറ്റ് ഫുഡ്. ഇതെങ്ങാണോ കഴിച്ച് വയറിന് അസുഖമാകുമോ എന്നുള്ള പേടിയുള്ളൂ. ആകെപ്പാടെ നമ്മൾ വന്നിരിക്കുന്നത് ഒരു 4-5 ദിവസത്തേക്കിന്. ആ 5 ദിവസം കക്കൂസിൽ താമസമൊക്കെ എനിക്ക് താല്പര്യമില്ല കേസ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കേട്ടിട്ടില്ല. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ, പാക് കശ്മീരി ഡിലൈറ്റ്സ്. പാകിസ്ഥാനി ഫുഡൊക്കെ അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നല്ല കഴിച്ചിട്ടുമുണ്ട്. ഫ്രഷ് കരിക്കിരിക്കുന്നു കൈസ്. കരിക്ക്, ഷുഗർ കെയിന്. ഫുഡ് ഇപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാനൊക്കത്തില്ല. അതുകൊണ്ട് ഫുഡ് കഴിക്കാതെ അങ്ങ് നിൽക്കുന്നത്. മാക്സിമം പിടിച്ചിരിക്കും. ഇവിടെ ഉണ്ട് ദോശ, ശ്രീ ആചാരി, തമിഴ്. ഇവിടെ പക്ഷേ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ്റെ ഒരു ഫീലുണ്ട് കേട്ടോ. ഫുള്ള് തമിഴ് പാട്ടും വൈബ്. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ചെന്ന ഫീൽ. ഫിഷ് കറിയൊക്കെ നല്ല ഭയങ്കരമായിട്ട് ചുമന്നിരിക്കുന്നത്. ശരി, കളറും എല്ലാം ചേർത്താണ്. പക്ഷെ കണ്ടിട്ട് നല്ല നീറ്റാണ്. ഒരു പഴംപൊരിയുടെയൊക്കെ കളറ് കണ്ടില്ലേ, വേറെ തന്നെ വൈബ്. ബിരിയാണിയൊക്കെ ലോഡ് കണക്കിനാണ് കേസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ ബിരിയാണി ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് കഴിക്കത്തോലുമില്ല. അതുപോലെ ക്വാണ്ടിറ്റി ഉണ്ട്. വലിയ എക്സ്പെൻസീവ് അല്ലേ സംഭവം. ഇവിടെ ആരും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല. വേണേൽ മേടിച്ചാൽ മതി. പക്ഷേ അതുപോലെ ആവുന്നുണ്ട് കേട്ടോ. നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ട, ലോകത്ത് ഏറ്റവും അധികം അമർത്തപ്പെട്ട സാധനം പൊറോട്ട. അതൊക്കെ ലൈവായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏത് ഐറ്റം വേണമെങ്കിലും ഉണ്ട് കേസ്. ഇവിടെ ഉണ്ട് സ്വീറ്റ്സിന് മാത്രമായിട്ടൊരു കട. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുമാണ്. നമ്മൾ ഈ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആളായിരിക്കും. ഞാനതിലൊന്നും മേടിച്ചില്ല. എല്ലാം മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വയറ് ഫുള്ളായി എവിടെയും നമ്മൾ മത്ത് പിടിച്ച് കിടക്കത്തേ ഉള്ളൂ. പിന്നെ എയർപോർട്ടിൽ പോയിരുന്ന് കിടക്കത്തേ ഉള്ളൂ. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ഞാൻ നോക്കിയിട്ട് സ്കൈ ട്രെയിനാണ് കൺവീനിയൻറ്റ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ടാക്സി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാം. സ്കൈ ട്രെയിൻ അത്യാവശ്യം ദൂരമുണ്ട്. ഒരു 1 hour എടുത്ത് എനിക്ക്. പിന്നെ മറീന ബേയിൽ അവിടുന്ന് ഇങ്ങോട്ടൊരു 3 സ്റ്റോപ്പ് കൂടെ ഉള്ളൂ. അപ്പോൾ മറീന ബേ വരെ വരുന്നവർക്ക് ഇവിടെ കൂടെ വന്നിട്ട് പോകാം. ഇനി പോകുന്ന വഴിക്കാണ് ചൈന ടൗൺ. വേണമെങ്കിൽ അവിടെ കൂടെ കയറിയിട്ട് പോകാം. സെറ്റ്. ഇവിടെയും കുറേ കടകൾ. ഇത് ചൈനീസ് സ്റ്റോഴ്സാണ്, ചൈനീസ് ഫുഡ് സ്റ്റോഴ്സാണ് മൊത്തം. ഈ തൂക്കിയിട്ടിരിക്കുന്ന മൊത്തം ഡക്കാണ് കേസ്. ഞാനിനി നോക്കുന്നത് എവിടുന്ന കേസ് ഒരു സുവനിയർ വാങ്ങുന്നതാണ്. സുവനിയർ അത് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങണം. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വെജീസ് ആൻഡ് ഫ്രൂട്ട്സ്. അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ദൂര്യനൊക്കെ ഉണ്ട്. ദൂര്യൻ വേണം നമുക്ക് ട്രൈ ചെയ്യാൻ. വേണ്ട, ദൂര്യൻ കഴിച്ചിട്ട് ട്രെയിനിലൊന്നും ഗേറ്റിലൊന്നും പ്രത്യേകം എഴുതിയിട്ടുണ്ട്.
ഇവിടെ സ്ട്രീറ്റ് ബിയറൊക്കെ കിട്ടും കേസ്, ചെറിയ കടകളിൽ ബിയറൊക്കെ ഉണ്ട്. ഹലോ കേസ്, ഞാനിവിടെ സുവനിയർ കണ്ടു. പക്ഷേങ്കിൽ സംഭവം എന്ന് വെച്ചാൽ കാർഡ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് കാർഡ് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് ചെറിയ ചെറിയ കടകളല്ലേ, എനിക്ക് ഇവിടെ മൊത്തം ക്യാഷാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ $US ഉണ്ട്, കനേഡിയനും ഉണ്ട്. അത് രണ്ടും അവരെടുക്കത്തില്ല. അപ്പോൾ ഇത് ഈ $2 വേണ്ടി ഇപ്പോൾ ഞാനിപ്പോൾ ക്യാഷ് ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വള്ളിയാവും. അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. $2 ഉള്ളായിരുന്നു സുവനിയറിന്. $2 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് 60 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 120 ആയി. പക്ഷേ എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ ഇപ്പോൾ $10 ആവുമായിരിക്കും. നോക്കട്ടെ, ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ നല്ല $10 ചേഞ്ച് ചെയ്താൽ നോക്കട്ടെ. അങ്ങനെ കൈസ് ഊരുതണ്ടലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് എയർപോർട്ടിൽ തന്നെ വന്നു. എയർപോർട്ടിൽ തന്നെ കാണാൻ ഒരുപാടുണ്ട്. ഈ എയർപോർട്ട് തന്നെ മതി ഒരു ടൂറിസ്റ്റിന് വന്ന് കറങ്ങി കാണാനുള്ള, ഒരു 1-2 ദിവസത്തിന് കാണാനുള്ളതുണ്ട്. നമുക്ക് ജുവലിലോട്ട് പോകാം. ജുവലിനകത്ത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റാണ്, അങ്ങനെയാണ് പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോകാം. ഇതിൻ്റെ സേർട്ടൻ എനിക്ക് തോന്നുന്നു ഇതിനകത്തോട്ടൊക്കെ നിൽക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട് കേസ്. അതിന് നമ്മൾ പേ ചെയ്യണം. ഇതിപ്പോൾ അത്രയും ഇത് പേ ചെയ്യാതെ നമുക്ക് ആക്സസ് ചെയ്യാൻ ഒക്കുന്ന സ്ഥലങ്ങളിലേ ഞാൻ പോകുന്നുള്ളൂ. ഇതിൻ്റെ നടുക്ക് തന്നെ ഒരു അടിപൊളി വാട്ടർ ഫൗണ്ടന്. ഇതെല്ലാം ഒറിജിനലാണ്. ഇതെല്ലാം ഒറിജിനൽ വെച്ച് പിടിപ്പിച്ചേക്കാം, അല്ല ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല. ഇത്ര ഒരു സെറ്റപ്പ് ഈ എയർപോർട്ടിനകത്ത് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് പാട്. പക്ഷെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇതെനിക്ക് തോന്നുന്നു ഇത് ഈ എയർപോർട്ടിൽ ട്രാൻസിറ്റിന് വന്നിരിക്കുന്ന പാസഞ്ചേഴ്സ് ഇത് മൊത്തം എയർപോർട്ടിൽ മാത്രമുള്ളവരല്ല, എനിക്കൊന്ന് വെളിയിൽ നിന്നുള്ളൊരു എയർപോർട്ടിലോട്ട് ടൂറിസ്റ്റ് സെറ്റപ്പ് ചെയ്തിരുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ. ഇതിനകത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വന്നിരുന്ന് കഴിഞ്ഞാൽ ചൂടും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. നല്ല സുഖമായിട്ട് ഈ പച്ചപ്പ് ഹരിതാപവും ആ ഒരു സെറ്റപ്പ്. ഇതിപ്പോൾ ഞാൻ ആ ഫൗണ്ടൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ വെള്ളം നമ്മുടെ ദേഹത്തോട്ട് ഡ്രിസിൽ ചെയ്യുന്നുണ്ടോ, നല്ലൊരു ഫീലാണ് ഇത്. ഇത് കണ്ടില്ലേ, ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. വെഡ്ഡിങ് കഴിഞ്ഞ ആളുകൾ ഇവിടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വരുന്നത്. ഇതിൻ്റെ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ പേ ചെയ്തിട്ടുള്ള ആക്സസ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിന് പേ ചെയ്യണം, അതിനെന്താ അത് എങ്ങനെയാണ് അതിൻ്റെ ആക്സസ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പേ ഒന്നും ചെയ്യാതെ ഇങ്ങോട്ട് വന്നത്, ഇനി അതോ ഇനിയും പേ ചെയ്യണമായിരുന്നു. എല്ലാവരും എയർപോർട്ടിൽ വരുന്നതല്ല ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി എനിക്കറിയത്തില്ല എൻ്റെ വകുപ്പൊന്നും. സംഭവം അടിപൊളിയാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ വേദം. എല്ലാം ആ വലിയ മരങ്ങൾ മരം വരെ ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഞാൻ ബാഗൊക്കെ ഇങ്ങനെ എടുത്ത് കഴിച്ചു. ബാഗ് സ്റ്റോറേജ് വെച്ചേക്കുമായിരുന്നു. അതിന് $10 ചാർജായിരുന്നു. അല്ലെങ്കിൽ നഷ്ടം, അല്ലെങ്കിൽ നമ്മൾ ഈ ബാഗും ചുമന്നുകൊണ്ട് ഇപ്പോൾ എത്രയും നടക്കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല നടപ്പായിരുന്നു നടന്നത്. അപ്പോൾ ഇനി ഞാനങ്ങ് സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുക. അകത്ത് ചെന്നിട്ട് ലോഞ്ച് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ഇത്രയും ലോങ് ട്രാവൽ കഴിഞ്ഞ് വന്നില്ലേ, ഒരു ഷവർ വല്ലതും കിട്ടാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇവിടെ ഫുൾ തമിഴുണ്ട് കേട്ടോ കേസ്. ഇവിടെ ഇവൻ മെട്രോയിൽ കയറിയപ്പോൾ മൊത്തം തമിഴിൽ അനൗൺസ് ചെയ്യുന്നത്. നിങ്ങൾ പാർത്തിക്കൊണ്ടിരിക്കുന്ന സൺ TV തമിഴ് മാലൈ. തമിഴുള്ളതുകൊണ്ട് നമ്മളും തമിഴ് വിട്ടും പിന്നോട്ടല്ലല്ലോ ലെവല്. അപ്പം ഇനി അകത്തോട്ട് കയറുക കേസ്. ലോഞ്ചിൽ ചെന്ന് ഷവറൊക്കെ കിട്ടുവാണെങ്കിൽ അവിടെ നിന്ന് ഫുഡുമൊക്കെ അടിച്ച് അവിടെ അങ്ങ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് കേസ് ഞാൻ ഇവിടുത്തെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ ബാഗൊന്നും എടുത്ത് ബാഗിനകത്തുനിന്ന് സാധനമൊന്നും എടുത്ത് നോക്കുക ഒന്നുമില്ല. അതൊക്കെ ചിലപ്പോൾ ഡിജിറ്റൽ സ്ക്രീനിങ് ആയിരിക്കും. ഇപ്പോൾ വാൻകൂവറിലും ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. ലൈക്ക് എന്താ നമ്മുടെ ഈ ലാപ്ടോപ്പ് ഒന്നും വെളിയിലെടുത്ത് വെക്കണ്ടെന്നുള്ളത്. പക്ഷേ ഞാൻ കയറിയ ഗേറ്റിൽ അങ്ങനെ അല്ലായിരുന്നു ഇന്ന്. അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു സിസ്റ്റം, ഒരു മെഷീനുണ്ട് അവിടെ, അതൊന്നും എടുത്ത് വെളിയിൽ വെക്കണ്ട, ഇലക്ട്രോണിക്സ് ഒന്നും വെളിയിൽ വെക്കണ്ട എന്നുള്ള രീതിയിൽ ഞാനിപ്പോൾ ചെക്ക് ഇൻ ചെയ്ത്. ഇവിടെ ക്രെഡിറ്റ് ഡ്യൂട്ടി ഫ്രീയും വേറെ പരിപാടികളൊക്കെ. ഇനിയിപ്പോൾ എനിക്ക് വേറൊരു ലോഞ്ച് കണ്ടുപിടിക്കണം. എനിക്ക് ഫ്രീ ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ചെക്ക് ചെയ്യട്ടെ എവിടെ ഉള്ളതെന്ന്, അതൊന്ന് കണ്ടുപിടിക്കണം. പിന്നെ എനിക്ക് ടൈമും ഉണ്ട്. അപ്പോൾ ഇച്ചിരി കറങ്ങി അടിച്ചിട്ട് അത്യാവശ്യം നല്ല നടപ്പായിരുന്നു അവിടെ നടന്നത്. പിന്നെ ട്രെയിനിൽ പോകാനാണെങ്കിൽ ടൈം എടുക്കും. ടൈം അത്ര ഇല്ലാത്തവരാണ് ടാക്സി എടുക്കുന്നതായിരിക്കും. എനിക്ക് അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ട്രെയിൻ എടുത്തു. പക്ഷേ അതിന് $17 ഉള്ളൊരു ഹോൾ ഡേ പാസിന് അത് ലാഭം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുന്ന് മെറൈൻ ബേ ലിറ്റിൽ ഇന്ത്യ വരെ പോകണമെങ്കിൽ തന്നെ ഒരു $30-40 ടാക്സിക്കാവും വൺ വേ. പിന്നെ ഞാൻ ഈ പോയിടത്ത് എല്ലാം കൂടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് $100 എങ്ങനെയായാലും പൊട്ടും.
അപ്പം ടൈം ഉണ്ടെങ്കിൽ ഈ സ്കൈ ട്രെയിൻ എടുക്കുന്നതിനായിരിക്കും നല്ലത്. അപ്പോൾ ഞാനൊന്ന് കറങ്ങി നോക്കട്ടെ കേസ്. കേസ് അങ്ങനെ ഷവറൊക്കെ എടുത്തു. ഷവർ അത്യാവശ്യം സെറ്റായിരുന്നു. ഇനിയിപ്പോൾ അകത്തോട്ട് കയറി എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേനും ഫ്ലൈറ്റിന് ടൈമാകും. കേസ് അങ്ങനെ ഞാൻ ലോഞ്ച് വന്നു. ഫുഡ് എടുത്തു. ഞാൻ ഇച്ചിരി റൈസ് എടുത്തു, എന്തോ ഒരു ഫില്ലേ ഉണ്ടായിരുന്നു അതെടുത്തു, ഫിഷ് എടുത്തു, ഇച്ചിരി ചിക്കനും എടുത്തു, വെള്ളം പിന്നെ ഒരു വിസ്കി എടുത്തു. ഇനിയും കുറച്ച് നേരം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ആക്ച്വലി ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ഈ ലോഞ്ച് എടുക്കുന്നത്. ഞാൻ പൈസ കൊടുക്കാതാണ്. എനിക്ക് ചില ക്രെഡിറ്റ് കാർഡ്സിന് തരുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ ക്രെഡിറ്റ് കാർഡ് ഇത്. അപ്പോൾ നല്ല വിശപ്പും ഉണ്ട്. എന്നാൽ രാവിലെ പിന്നെ അന്യ നടപ്പായിരുന്നു കേസ്. ആ നടപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഷവർ എടുത്തപ്പോൾ തന്നെ നമ്മൾ ഫ്രഷായി. അപ്പോൾ ഈ ഒരു ആക്സസ് ഉള്ളത് വലിയൊരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഷവറിനൊക്കെ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടൽ എടുക്കേണ്ടി വരും. ഇപ്പോൾ അതൊന്നും വേണ്ടി വന്നില്ല. അപ്പോൾ ഇനി ഇച്ചിരി ചില്ലിയുണ്ട്. അങ്ങനെ ഞാൻ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇരുന്ന് മടുത്തു. അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു, ഒരു ഷവറൊക്കെ എടുത്തു, ഫ്രഷായി. അങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻസ്, ഇവിടെ അപ്പോൾ അതൊന്ന് കയറി കാണാം. ഞാൻ ബട്ടർഫ്ലൈ ഗാർഡൻസാണ് ഞാൻ ആക്ച്വലി ചോദിച്ചത് ജുവലിൻ്റെ അടുത്ത് ഇവിടെ വന്നത്. അപ്പോൾ ഇവിടെയാണ്. അതുകൂടെ കയറി കണ്ടിട്ട് വരാം. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാം. ഓക്കെ, ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് 30 visitors at a time because പിന്നെ ഇവിടെ ഒരു മൂവി തിയേറ്റർ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ മൂവി ടൈമിംഗ് ഒന്നും എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്തോ ഒരു മൂവി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചില്ലായിട്ടിരുന്ന് കാണാം. ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല, ഫ്രീ ആണ് സംഭവം. എന്തോ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അങ്ങനെ കേസ് നമ്മുടെ ഫൈനലി ലാസ്റ്റ് ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഇനിയും കൊച്ചിയിലോട്ടാണ് പോകുന്നത്. സിംഗപ്പൂർ എയർലൈൻ കൺഫേം ആയിട്ടുണ്ട് ഇപ്പം. ഇതൊരു ബോയിങ് 737 മാക്സ്, ചെറിയ എയർക്രാഫ്റ്റ്. ഒരു 3.5-4 hours ഫ്ലൈ ഉള്ളൂ. പെട്ടെന്ന് കയ്യിൽ. അപ്പം ഇനി നാട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. നാട്ടിൽ ചെന്ന് ബാഗേജൊക്കെ കിട്ടിയിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അത് വീട്ടിൽ ചെന്നിട്ട് എൻഡ് ചെയ്യാം. എനിവേ സിംഗപ്പൂർ വേറെ ലെവലാണ്. സിംഗപ്പൂരിലൊരു 2 ദിവസം കൂടെ കിട്ടിയായിരുന്നു, അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തില്ല, ബട്ട് സ്റ്റിൽ സിംഗപ്പൂരിലൊന്ന് ഇറങ്ങി പെട്ടെന്ന് ആ ടൈം കിട്ടിയ ടൈമിലൊന്ന് പോകാവുന്നിടത്തൊക്കെ പോയി. നല്ല അടിപൊളി സിറ്റിയാണ്, ഒന്നും പറയാനില്ല. അതുപോലെ എയർപോർട്ട് വേറെ ലെവലാണ്.
ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ നാട്ടിലാണുള്ളത്. ഇന്നലെ പിന്നെ നമുക്ക് അവിടുന്ന് സിംഗപ്പൂരിൽ നിന്നുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ബിക്കോസ് അതൊരു വലിയൊരു എയർക്രാഫ്റ്റ് ഒന്നും അല്ല, ചെറിയൊരു എയർക്രാഫ്റ്റ് ആയിരുന്നു. സിംഗപ്പൂർ എയർലൈനാണ്. പക്ഷേ കിടിലൻ സർവീസ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. ഞാൻ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അത് കാണിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് നാട്ടിൽ നിന്നുള്ള വീഡിയോ ആയിരിക്കും ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു സോ മച്ച്. റോബിക്കറ്റിക്ക്.